Hi friends, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നമ്മളുടെ ടിപ്പിക്കൽ ഹോംലി ഷവർമ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് ഞാൻ ഷവർമ ഉണ്ടാക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് ഷവർമ ഉണ്ടാക്കാനായിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കൻ ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ബോൺലെസ് പീസ് ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. നമുക്കത് വറുത്തെടുക്കാനുള്ളതാണ്. അല്ലെങ്കിൽ ബ്രസ്റ്റ് കംപ്ലീറ്റ് അങ്ങനെ എടുത്ത് വരഞ്ഞ് മസാല തേച്ച് അത് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസസുകൾ പിന്നീട് ഷവർമയ്ക്ക് വേണ്ട രീതിയിലാക്കിയാൽ മതി. പക്ഷേ ഞാനിവിടെ ഓൾറെഡി കഴുകി വൃത്തിയാക്കി ചിക്കൻ ബ്രസ്റ്റ് ഞാനിങ്ങനെ നീളത്തിൽ സ്ലൈസസ് ആയിട്ട് ഓൾറെഡി അരിഞ്ഞെടുക്കും. ചിക്കൻ മെരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, ഓക്കെ, അതിൽ കൂടുതൽ വേണ്ട. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകളിടാം. ഇപ്പം ഞാൻ നമ്മുടെ സാധാരണ ഒരു ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കുമായതുകൊണ്ട് അങ്ങനെയാണ് മസാലകൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഒരു 2 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി, ഒരു 1.5 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. വെളുത്തുള്ളി കൂടുതൽ എടുക്കുക. ഇഞ്ചി ഒരു ചെറിയ പീസ് ഇട്ടാലും മതി. നമ്മൾ ഈ ഷവർമയ്ക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു അല്പം ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക നല്ലതുപോലെ. എന്നിട്ട് ചിക്കനും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മെരിനേറ്റ് ചെയ്തെടുക്കണം. ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കന് ഇതിൽ മിക്സ് ചെയ്ത് ഒന്ന് എടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഇത് നമുക്ക് ഒരു 2 മണിക്കൂർ ഞാനിത് മെറിനേറ്റ് ചെയ്യാൻ വെക്കാൻ പോവുകയാണ്. അപ്പോഴതിൻ്റെ കംപ്ലീറ്റ് മസാല പിടിച്ച് നല്ല ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമ്മളുടെ ഡോ കുഴച്ച് വെക്കണം. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ഫ്രൈങ് പാൻ, നമ്മളുടെ തവ ഇല്ലേ അതുപോലത്തെ പാനാണ് വെച്ചിരിക്കുന്നത്. ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്നത്, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഒരു ചീനിച്ചട്ടിയിലിട്ട് വേണമെങ്കിലും നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. ഒന്നിച്ചിട്ടിട്ട് അങ്ങ് ഷാലോ ഫ്രൈ ചെയ്ത് വേണമെങ്കിലും എടുക്കാം. ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചീനിച്ചട്ടിയിലൊക്കെ ഇട്ട് വറക്കുവാണെങ്കിൽ ഒന്നിച്ചിട്ട് നമുക്ക് അങ്ങ് വറുത്തെടുക്കാമല്ലോ. ഇത് നമുക്ക് എല്ലാ പീസസും ഒന്നിച്ച് നിരത്തി കൊടുക്കാം. ഇങ്ങനെ ഇത് നിരത്തി കൊടുക്കും. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കരുത്. അപ്പം വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഹാർഡായിട്ട് ഫ്രൈ ആയിപ്പോകും. ഒത്തിരി ഹാർഡായിട്ട് ഫ്രൈ ആക്കരുത്. ഒത്തിരി സോഫ്റ്റ് ആയിരിക്കണം ഇത്. ഈ സൈഡും 2 സൈഡും നമുക്കൊരു 3-4 മിനിറ്റ് ഫ്രൈ ചെയ്യണം. ഞാൻ തിരിച്ചിട്ട് കൊടുത്തുമില്ല. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ നാനിൻ്റെ കൂടെയൊക്കെ ഇത് വെറുതെ കഴിക്കാനും ടേസ്റ്റിയാണ്. നമുക്കതുപോലെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പീസസുകൾ, ബോൺലെസ് പീസസുകൾ ഗ്രേവിയിലോട്ട് ആഡ് ചെയ്ത് ബട്ടർ ചിക്കനും ആക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ പീസ് കംപ്ലീറ്റ്ലി ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ചെറിയ ചെറിയ പീസസുകളാകാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങ് വെച്ചാൽ മതി. കാരണം ഷവർമ ഇങ്ങനെ ചെത്തിത്തരുന്ന പോലെ. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പീസസുകൾ വേണമെങ്കിലാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് കുബൂസ് ഉണ്ടാക്കുക. നല്ല ഫഫി ആയിട്ടുള്ള കുബൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി 3ാമത്തെ സ്റ്റെപ്പ് നമ്മളിത് ഫില്ല് ചെയ്യുക. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാബേജ് നീളത്തിലരിഞ്ഞത്, കുറച്ച് ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, കുറച്ച് കുക്കുംബർ നീളത്തിലരിഞ്ഞത്. സാധാരണ നമ്മൾ പുറത്തൊക്കെ പോയി ഷവർമ കഴിക്കുമ്പോൾ അവർ വലിയ വലിയ പീസസുകളായിട്ടാണ് അകത്തവർ ഇടുന്നത്, നീളത്തിൽ വലിയ പീസസുകളായിട്ട്. ഞാനൽപ്പം കട്ടി കുറഞ്ഞ് നീളത്തിൽ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. ഹോം മെയ്ഡ് മയോണൈസ്, എഗ് ഇല്ലാതെ, ഒരുപാട് ഓയിലില്ലാതെ. ഓക്കെ, പിന്നെ നമ്മൾക്ക് വേണ്ടത് ഒരൽപ്പം ടൊമാറ്റോ കെച്ചപ്പ്. കെച്ചപ്പ് ഇടുന്നത് ഓപ്ഷണലാണ്. ഇടുകയാണെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും. കെച്ചപ്പ് ആവശ്യം ഇല്ല. മയോണൈസ് ഉണ്ടെങ്കിൽ കെച്ചപ്പ് വേണമെന്നില്ല, എന്നാലും ഇടാം. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു അഡ്വൈസ് തരാം. നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം പച്ചയ്ക്കാണ് ഫില്ല് ചെയ്യുന്നത് കുബൂസിനകത്ത്. സാധാരണ എല്ലാവരും പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നമുക്ക് കുക്കുംബറും ക്യാരറ്റും ഒന്നും കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ സാലഡ് കഴിക്കുന്നവരെയാണ് കഴിക്കുന്നത്. പക്ഷേ ചില കുട്ടികൾക്ക് ക്യാബേജ് കഴിച്ചു കഴിയുമ്പോൾ
കുറച്ച് ഗ്യാസ്ട്രിക് പ്രോബ്ലം അല്ലേ വയറുവേദന എടുക്കാറുണ്ട്. അപ്പം പലർക്കും ക്യാബേജ് സ്യൂട്ടബിൾ അല്ല, ചിലർക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ളവർക്ക്. അതിനൊരു ഐഡിയ, ഈ ക്യാബേജ് നമ്മളൊരു 1 to 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒരു ലിറ്റിൽ ബിറ്റ് ഓയിലിൽ അല്ലെങ്കിൽ ബട്ടറിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് ഇതിൻ്റെ ക്രിസ്പിനെസ്സും കളറും നഷ്ടപ്പെടാതെ ജസ്റ്റ് 1 or 2 മിനിറ്റ്. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു നുള്ളു ബട്ടർ, ജസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ നുള്ളു ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ഈ ക്യാബേജ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാവരും പച്ചക്കാണ് ക്യാബേജ് വെക്കുന്നത് ഷവർമയിൽ, എനിക്കറിയാം. പക്ഷേ ഞാൻ ഇത് കാണിച്ചു തരുന്നത് നമ്മുടെ കുട്ടികൾ അല്ലെ മുതിർന്നവർ, ചിലർക്കൊക്കെ ക്യാബേജ് അതുപോലെ അങ്ങ് പച്ചക്ക് കഴിക്കുമ്പോൾ കുറച്ച് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ ചിലപ്പോൾ വയറുവേദന ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ ഇതൊരു ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്താൽ മതി, ഒരു 1-2 മിനിറ്റ്. ഇതിൽ നമുക്ക് ഒരു നുള്ളു ഉപ്പൊന്ന് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒരു 1 പിഞ്ച്, ഒരുപാട് വേണ്ട. ഇത് ധാരാളമാണ്. ഇത് നമ്മൾ സോഫ്റ്റ് ആക്കിയിട്ടില്ല, അതുപോലെ തന്നെ കിടക്കുകയാണ്. കളറൊന്നും മാറിയിട്ടില്ല, ക്രിസ്പിനെസ് ഉണ്ട് അതിൽ. അപ്പം ഇത് വേവിക്കേണ്ട ഒരുപാട്. ദാറ്റ്സ് ഇറ്റ്. ഒരു 2 മിനിറ്റ്. ഓക്കെ. ഇതിൻ്റെ പുറത്ത് തന്നെ ചപ്പാത്തി പോലെ ഉണ്ടാക്കിയിട്ട് ഷവർമ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുറത്ത് തന്നെ നമ്മൾക്കെല്ലാം അസംബിൾ ചെയ്തിങ്ങനെ ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പം ഇതിൻ്റെ അകത്താണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മളിങ്ങനെ ഇതിൻ്റെ പുറത്ത് നമുക്ക് നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് മയണൈസ് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊന്നും കുബൂസും ഉണ്ടാക്കുന്നില്ല, ഷവർമ ഉണ്ടാക്കുന്നില്ല. ജസ്റ്റ് ഞാനൊരു 2 to 3 പീസ് കാണിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ആദ്യം മയണൈസ് ഇച്ചിരി മയണൈസ് തൂത്ത് കൊടുത്തു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് ആഡ് ചെയ്യാം, ഒരുപാട് വേണ്ട. ആഡ് ചെയ്യുക ലിറ്റിൽ ബിറ്റ്. ഇതങ്ങ് അകത്തോട്ട് തന്നെ അതങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ 2 പീസ് ആക്കാതെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. കുറച്ച് ക്യാബേജ് എടുക്കുക, കുറച്ച് ക്യാരറ്റ് എടുത്ത് വെക്കുക. ക്യാരറ്റൊക്കെ കഴിക്കുന്നത് എത്രയും കഴിക്കുന്നത് നല്ലതാണ്. കുറച്ച് നമ്മളുടെ കുക്കുംബർ വെക്കുക, ചിക്കൻ പീസസ് വെക്കുക. ചിക്കൻ പീസസ് നമുക്ക് എങ്ങനെ ആവശ്യമുണ്ടോ അങ്ങനെ വെക്കാം. ചിക്കൻ പീസസ് വെക്കുക. കുറച്ചുകൂടെ മയോ തേച്ച് കൊടുക്കാം, അല്ലെ ഇട്ട് കൊടുക്കാം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ. കവർ ചെയ്തിട്ട് നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്യണം. ഓക്കെ. ഇതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് യെസ്. നമ്മുടെ അടുത്ത് ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ആകാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പ്ലെയിൻ വൈറ്റ് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ് പേപ്പർ ആകാം. ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം. അങ്ങനെ ഷവർമ ഹോം മെയ്ഡ് റെഡി ആയിട്ടുണ്ട്. റൈറ്റ്. ഇനി അങ്ങ് കഴിച്ചാൽ മതി നേരെ. അടിപൊളിയല്ലേ? നമ്മൾ അടുത്ത കുബൂസിൽ നമ്മൾ അത് 2 പീസ് ആക്കാതെ ഇത് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഹോം മെയ്ഡ് അടിപൊളി ഷവർമ റെഡി. ഇസ്ന്റ് ഇറ്റ് യമ്മി? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ഹോം മെയ്ഡ് ഷവർമ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നമുക്ക് വിശ്വസിച്ച് സേഫായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കി ഷവർമ ഇനി തൊട്ട് ഈസി ആയിട്ട് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ വ്യൂസും സബ്സ്ക്രിപ്ഷൻസുമാണ് ആവശ്യം. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. മയണൈസ് റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി.